ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എല്ലാവരും ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. ഞാൻ നോക്കി നല്ല ഗെയിം ഇപ്പോൾ ഏതാ റോബ്ലോക്സിലുള്ളതെന്ന്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതാ നേച്ചർ ബിൽഡ് യുവർ ജിം നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയണത്. കളി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കളിച്ചോ ഗായ്സ്, രസമുണ്ടാവോ അതോ പോരെ നമുക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും വീഡിയോയിലോട്ട് എടുക്കുന്ന മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ബൈ. ഇതൊക്കെ ബേസിക് ബോക്സ് ആണ്. ഇതും ബൈ. ബേസിക് ബോക്സൊക്കെ ഫ്രീയാ. 3 ട്രൈ ചെയ്തേക്കല്ലോ, 3. പ്ലീസ് ഇതെന്താ കിട്ടുക? ഓപ്പൺ. സ്കിപ്പ് ചെയ്യില്ല. ട്രെഡ്മിൽ കിട്ടി. 8 റുപ്യ. ഇതാണ് നമ്മളെ സ്ഥലം അല്ലേ? ഇവൻ എനിക്ക് 50 എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഓക്കെ, ട്രെയിൻ സ്റ്റോപ്പ് ട്രെയിനിങ് ഉണ്ടാക്കി കൂട്ടാ. അപ്പോൾ അത് പോകാൻ നോക്കിക്കോളാം. ഡേ 1 അതൊക്കെ 5K ഉണ്ട് കേട്ടാ. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ റിച്ചാണ്. ട്രെഡ്മിൽ വേണ്ട, വേറെ എന്തെങ്കിലും. 1 റുപ്യ. ഇത് വേണ്ട, വേണ്ടില്ലേനോ. സംഭവം കളി മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് പ്ലീസ് ഞാൻ ട്രെയിൻ ചെയ്ത് കാണിച്ചു തരാം. അതാണ് സാധനം. ട്രെയിൻ ചെയ്ത് കിട്ടുക. അപ്പോൾ ഈ ബേസിക് ബോക്സ് വാങ്ങണം. ഈ ബേസിക് അല്ലാത്ത ലാർജ് 500 റുപ്യ ഉണ്ട്. വീശി 500 റുപ്യ വീണ്ടും വീശാൻ പോവാണ്. 500 റുപ്യാണ്. ഇനി നമ്മളെ കളി പറഞ്ഞാൽ ഇങ്ങനത്തെ ബേസിക് ബോക്സിലൊന്നും ഇല്ല. വലുതിൽ ഈ 500 റുപ്യനും വലുതുണ്ടോ? ഈ ലാർജ് ഇത് എൻ്റെ 3 ഉണ്ട്. അല്ല 2 ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഉണ്ടായിക്കോട്ടെ. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് വല്ലതും കിട്ടുമെന്ന്. പ്ലീസ് സ്കിപ്പല്ല. ഓക്കെ, ഓപ്പൺ എന്തല്ലാത്തത്? പ്ലീസ് ഇതെന്താ അവിടെ തന്നെ പ്ലേസ് ആണ് നിർബന്ധം? ഇതൊന്ന് സ്കിപ്പ് മാത്രം. ഓപ്പൺ. ചെറുതൊന്നും വേണ്ട. ഈ ഉറുപ്പ്യൊക്കെ തരുന്ന എന്തിനാ എനിക്ക്? ഇതൊക്കെ വിൽക്കാൻ കഴിയുമോ? ഓപ്പൺ. ഇതിൽ നല്ല എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. 8 റുപ്യേൻ്റെ ട്രെഡ്മില്ല് ആർക്ക് വേണടാ? ഒരു ഉപയോഗമില്ലാത്ത ട്രെഡ്മില്ലും തന്നിരുന്നോളൂ. വല്ല ഭാഗ്യമുള്ളതെന്തെങ്കിലും. അതെങ്കിൽ അത് അങ്ങനെ ഏറ്റവും കൂടുതൽ വില ഉള്ളത് ഇപ്പോൾ നമുക്ക് വേറെ കേട്ടാ. ഇത് അവിടെ പ്ലീസ് ചെയ്തോട്ടാ. ഞാൻ ട്രെയിൻ ചെയ്യാനൊന്നും പോണില്ല. പ്ലീസ് നമ്മളൊക്കെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. എന്താ സാധനം എന്നല്ലേ? പ്ലീസ് 9, 8, 7, 6. അപ്പോൾ അത് തീർന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. കളി രസമില്ല എനിക്ക്, വലിയ രസമൊന്നുമില്ല. എന്നാലും നോക്കാം. നമുക്ക് തിരിച്ചാൽ പ്രൊഫഷണൽ ആവാം. ഈ ട്രെഡ്മില്ലിനെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ പോയാലും ട്രെഡ്മില്ല. പിന്നെ നമുക്ക് പൈസ അതിനനുസരിച്ച് കിട്ടുള്ളൂ. ഫ്രീ 50 ലക്കി ക്ലെയിം. കമ്മിറ്റി ജോയിൻ ആവണം. ഒരു 11 മിനിറ്റ് കഴിയട്ടെ. നമുക്ക് ലക്ക് ഉണ്ടാവും എന്നാണ് പറയണത്. അവിടെ ഈ ലാർജ് ഇത്രയേ ഉള്ളൂ. ലാർജിലൊന്നും ഉപയോഗമില്ല. എന്നാലും അതിൽ കുറച്ചെങ്കിലും ലക്ക് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ ലാർജ് ആകണേ. എന്താണ് 21 മിനിറ്റ് കഴിഞ്ഞാൽ ന്യൂ ഇവൻ്റ് അലൻ മ്യൂട്ടേഷൻ. അപ്പോൾ 21 മിനിറ്റ് നമ്മൾ കളിക്കാലോ. ഇതല്ലാതെ ഇതിനും ഈ ലാർജ് ഇത് ആദ്യമായിട്ട് നമ്മൾ ഇതും വാങ്ങി, റെയറും വാങ്ങിട്ടാ. റെയറിന് എത്ര ലക്ക് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. പ്ലീസ് ഇതെന്താ അവിടുത്തെ പ്ലേസ് ആണ് നിർബന്ധം. അവിടുന്ന് നല്ല കിട്ടണമില്ലല്ലോ. അങ്ങനെയുള്ള ഉദ്ദേശിച്ച്
അതോടെ എത്തി, ഇവിടെ എത്തി. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ ഇനി ഓപ്പണിംഗ് ആണ്. റെയറിൽ ആണ് ആദ്യം ഓപ്പണിംഗ് വരുന്നത്. 8 ലക്കാണ് ഗൈസ്, 8 ലക്ക്. എന്തെങ്കിലും നല്ല ഈ ട്രെഡ്മില്ലിൻ്റെ വല്ലും ഞാൻ വിളിക്കും. എല്ലായിടത്തും പോയാലും ട്രെഡ്മില്ല് മാത്രം. അത് ആ 120 നിന്നുകൂടെ, എന്നാൽ കുറച്ചെങ്കിലും ഉപയോഗം ഉണ്ടാവും. അവിടെ ഇതിലെങ്കിലും നല്ലത്. പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. ഒന്നുണ്ട് ടമ്മളക്കൽ. അവിടെ ഇതൊക്കെ ആർക്ക് വേണോ? എനിക്ക് വേണമല്ലേ. ഫ്ലോർ എങ്ങനെയാണ്? ടെലിപ്പോർട്ട് ബേസ്. എന്നാൽ പിന്നെ എല്ലാം ട്രൈ ചെയ്തോട്ടെ. ടെലിപ്പോർട്ട് ക്രേറ്റ്സ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. എന്താ സംഭവം നമുക്കറിയില്ല. ഞാൻ ടെലിപ്പോർട്ട് ഇതിപ്പോൾ ടു ബോസസ്, ടു ഷോപ്പ്, മൈ ബേസ് ടെലിപ്പോർട്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. ഇവിടെ മതി. പ്ലേസ് അവിടെ പ്ലേസ് ആയത് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പ്ലേസ് അതിൻ്റെ ബാക്കിൽ തന്നെ ഓരോ ആൾക്കാർ. ഷോപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കാഴ്ച നമുക്ക്. ഇനിയുണ്ടോ? പ്ലേസ് ചെയ്യണം. ഓക്കെ അത് മതി. ടു ഷോപ്പ് സെല്ല് ചെയ്യാൻ കഴിയും. എന്നാൽ അത് പറയണ്ട. അത് ലെവൽ 1 ടോട്ടം. എന്തൊക്കെ അറിയില്ല. അതൊക്കെ ഒരു ഉപയോഗം ഉണ്ട് അവിടെ. നല്ല റോബക്സ് എടുത്തിട്ടാവും. ഇതിൻ്റെയൊക്കെ 4 ഏണ്ണുണ്ട്. ഒരു ഉപകാരമില്ല. ടു ബോസസ്, ടു ഷോപ്പ്, മൈ ബേസ് ആക്കിയിട്ട് ടെലിപ്പോർട്ട് ക്രേറ്റ്സ്. നമുക്ക് ഇവിടെ വല്ലതും കിട്ടും നോക്കാം. അല്ല, നമ്മൾ അതിൻ്റെ അടുത്ത് പോയാലതൊക്കെ കളക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ടല്ലേ. അതിൻ്റെ അടുത്ത് പോകണം. അപ്പം ഇതിൻ്റെ അടുത്ത് പോയാലോ 100 റുപ്യ. പൈസ നമുക്ക് വിഷയമല്ല. നമ്മൾ ഇനിയുള്ള പണി പറയാം. ടു ഷോപ്പ് ആൻഡ് ബൈ. ഇതെന്താ സാധനം ഒന്നും എനിക്കറിയില്ല. നല്ല ഉപയോഗമുള്ളതാണ് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങി. മൈ ബേസിക്ക് ടെലിപ്പോർട്ടായി. എൻ്റെ പുറത്ത് പോകാൻ ആണ് കാണിക്കണത്. ടോട്ടൽ സ്ലോട്ട് അൺലോക്കാക്കി, പ്ലേസ് ആക്കി. അവിടെ കേട്ടെ 10 റുപ്യ കിട്ടി. അവിടെ എത്തുമ്പോൾ എന്താ ഇത് കാണിക്കില്ല. ഇനി ഇതിൻ്റെ കളർ ഞാൻ ഇതാക്കി. അയ്യോ പോരാ. ഇത് എല്ലാവരും കണ്ണ് കുത്തട്ടെ. അപ്പോൾ അതുമൊക്കെ. ഇവൻ്റെ 18 മിനിറ്റ് ഇനിയുണ്ട്. 20 ലക്കി. അവിടെ പൈസ ഇനി എൻ്റെ പൈസ കുറവാട്ടോ. പൈസ കുറവാണ്. ഇതന്നെ മതി. ഇതന്നെ കൊണ്ട് ഓപ്പൺ ചെയ്യാം. എല്ലാം കുട്ടികളെ ഒരു പറഞ്ഞോട് തന്നെ പ്ലേസും ചെയ്യാം. 30 സെക്കൻഡ് ഉണ്ടാവും. ഇല്ല, ഞങ്ങൾ പൈസ ഒക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേന് ടൈം ആയിക്കോളും. പൈസ പറഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല കേട്ടോ. ഇവിടെ എത്ര ആയിട്ടാണ്? 1K ആയുള്ളൂ. 6 സെക്കൻഡാ. ഇതിനൊന്നും കൂടി ഒന്ന് കളക്ട് ചെയ്ത് വരുമ്പോൾ ഇതിന് ടൈം ആയിക്കോളും. ഇപ്പോൾ എത്രയായി? ഓപ്പൺ ആയില്ലേ? ശരി, അങ്ങ് തുറക്ക്. നല്ല എന്തെങ്കിലും കിട്ടണം. 20. ഓ ഗൈസ്, ഇറ്റ്സ് ബെസ്റ്റ്. നമുക്ക് ലക്കില്ല എന്ന് ആരാ പറഞ്ഞേ? നല്ല ലക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല ലക്ക്. 20 ലക്കിൻ്റെ ഒക്കെ വാങ്ങിയാൽ അവിടെ 825 റുപ്യാണ് ഇതിന് വാങ്ങാനല്ലേ. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഒരു പൈസ ഉണ്ടാക്കിക്കോട്ടെ. ഇനി പൈസ ഇല്ല എന്നുള്ളൊരു പ്രശ്നമില്ല. അതേമാതിരിയാണ് ഇനി പൈസ ഇല്ല എന്നുള്ളൊരു പ്രശ്നമില്ല ഗൈസ്. പൈസ നമ്മളെ തുരുതുരുണ്ട്. റയർ ലക്കി ബ്ലോക്ക് വാങ്ങണം. ഇത് ഉറപ്പായിട്ടും വാങ്ങും ഞാൻ. നല്ല ഉപയോഗം എനിക്ക് അതിൽ നിന്നും കിട്ടിയാണ്. എന്താ ബൈ ചെയ്യാനും വേണോ റോബക്സ്? അവിടെ ബൈ ബോക്സ് പോടാ. ഇതിപ്പോൾ വാങ്ങാണ്ടെങ്കിൽ അതും വാങ്ങാമല്ലോ. അത് നോക്കണമല്ലോ. പൈസ ഇല്ല അങ്ങനെ പറഞ്ഞൂടെ? ഇതിപ്പോൾ ഞാനും വിചാരിച്ച് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. സോറി. അതിനും വേണം 49 റോബക്സ്. ഞാൻ പൈസ ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് തരാം. പൈസ ഇപ്പോൾ ഇതിൻ്റെ ഇതിന് കൂടുതൽ അവരെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ഇപ്പം 5K അല്ലേ? ഇപ്പോൾ 40K. പൈസ
മണി ചുട്ട് മണി മണി. നല്ല ഏതെങ്കിലും ബോക്സ് പോകണമെങ്കിൽ എന്നോട് പറയണം, ഞാനേ വാങ്ങാണ്ടാവുള്ളൂ. അയ്യോ എല്ലാ പ്രാവശ്യവും ലക്ക് ഉണ്ടാവണമെന്നൊന്നും കേട്ടോ. ട്രെഡ്മില്ലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവേ. അതും പോട്ടെ, ഞാൻ എന്തായാലും ഈ ട്രെഡ്മില്ലൊന്ന് വെക്കട്ടെ പ്ലീസ്. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പോകുന്നുണ്ടെങ്കിൽ അതും വാങ്ങാം. ഈ റെയറിലൊന്നും കാര്യമില്ല. കാരണം എന്താ പറയുക, ഇപ്പം ഞാൻ റെയർ എടുത്തു. ഇനിയിപ്പോൾ ഞാൻ തുറക്കുമ്പോൾ അതിൽ നല്ല ഏതെങ്കിലും കിട്ടൂല. കാരണം എന്താ വെച്ചാൽ റെയറിൽ നമുക്ക് ലക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എൻ്റെ ഊഹം വെച്ച് നല്ല ഒന്നും കിട്ടാൻ പോണില്ല. കാണണ ഞങ്ങൾക്ക് കാണി, ഇതിലൊന്ന് നോക്കി, ഇതിൽ നല്ല ഒന്നും കിട്ടൂല. ഗൈസ് കിട്ടി, ട്രിക്കാട്ടാ. കിട്ടില്ല പറഞ്ഞാൽ കിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിൽ പറഞ്ഞാലും വർക്കാവില്ല. കാരണം എന്താ പറയുക, ഇതിലില്ല നല്ലതൊന്നുമില്ല. ഒരു വട്ടം നമ്മൾ നല്ല കിട്ടിയാൽ പിന്നെ വീട്ടിലത് എന്താ സാധനം. അയ്യോ നല്ല രസമുണ്ട്. ഇതിൽ കൂടെ ചാടിയാൽ നമ്മൾ ഇവിടെ എത്തും. ഔ പുളി പുളി. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മോശം 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 മോശം. റെഡി ഓപ്പൺ. ഇതിലൊന്നും നല്ലതില്ലടാ കിട്ടാൻ. 55 രൂപ ഇതന്നെ 2 ഈ 18 കാര്യമില്ല. നമുക്ക് ഇതൊന്ന് പോയി ചെയ്യാം. ചെയ്തെന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത് തീർത്തരാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാനൊന്നും പോണില്ല. അല്ലെങ്കിലും ചെയ്യൂല. ഇപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ടാലും ഒരു എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ചാണ്. പോട്ടെ പ്ലേസ്. ഇവിടെ പ്ലേസ് ആയതല്ലേ, ഞാൻ ഇവിടെ ഒന്നും കൂടി പ്ലേസ് ആയിക്കോ. പേടിക്കണ്ട. ഹലോ, ഇതെങ്ങോട്ടാണ്ട് പോണ്? ഇതിനെത്ര ഉറുപ്പ്യാണ്? ഞാൻ നോക്കലേ അല്ല. അതിന് പൈസ ഒന്നും നോക്കല്ല. 5K ആണ്. അതും വിഷയമല്ലേ. നമുക്കത് പോയിട്ട് വരാം. ഇതാണ് സുഖം എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്ക്. കാര്യം ഇതിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവാ? ഭയങ്കര സുഖമാണ്. ഡബിൾ ക്ലിക്ക് യുവർ എക്യുപ്മെൻറ്റ്സ് ടു സ്റ്റോറേജ്. എൻ്റെ ആവശ്യമില്ല. ഇതിൽ കൂടെ നല്ല എന്തെങ്കിലും പോയാ ഓപ്പൺ. എന്താ 22 രൂപേണ്ടതാ. ഇതൊക്കെ ആർക്ക് വേണം? ഞാനൊന്ന് വരാം. ഇനി ട്രെഡ്മില്ലൊക്കെ കിട്ടിയാൽ വിൽക്കലാണ്. ഗൈസ് കഴിയില്ല. ഇതന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാൻ അറിയില്ല. പുല്ല് ഇതൊന്നും ഉപകാരമില്ല. ഇതെന്തായാലും വെക്കാം. ഈ ഫ്ലോർ എങ്ങനെ വലുതാക്കൽ? ബെസ്റ്റ് എക്യുപ്മെൻറ്റ്. എനിക്ക് ആ ശക്തിയൊന്നും വേണ്ട. ഈ ബണ്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒന്നല്ല ഞാൻ നോക്കണേ. ഇതിപ്പോൾ എങ്ങനെ 2 അട്ടിയാക്കൽ? റീബർത്ത് ഉണ്ടോ? ഇല്ല. 2 അട്ടിയാക്കൽ ഇവിടെ ഇതുണ്ടല്ലേ. ഞാൻ ചെയ്തിട്ടില്ല. ഇതൊന്ന് കൂടട്ടെ ഗൈസ്. ഇതൊന്നും കൂടിയാൽ വല്ല ഉപകാരം ഉണ്ടെങ്കിലോ. ഇതൊന്ന് കൈക്കൽ കാണാത്തതൊന്നോ? അതൊന്നും കൈക്കൽ കാണൂല. നമുക്ക് നല്ലൊരു 20K വരെ നമുക്കൊന്ന് എടുക്കാം. അവിടെ ഈ ലാർജ് ബോക്സ് എന്താ പറയുക, റെയർ തന്നെ ഉള്ളൂ. വലുതൊന്നും എന്താ വരാത്തത്? നല്ല ഡൗട്ടുണ്ട്. കയ്യിനുള്ള വർക്കൗട്ട് നമ്മൾ നല്ല ചെയ്യേണ്ട കേട്ടാ. പറഞ്ഞാണ് നല്ല ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ടായാൽ മതിയാണ് ഇത് ഉപകാരം. ഉപകാരം ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണേ. ഇത് നോക്കാം. സ്റ്റോപ്പ് ട്രെയിനിങ്. സ്റ്റോപ്പ്. ഓക്കെ. പൈസ ഇട്ടില്ല, വെറുതെ അല്ല. അപ്പോൾ ഒക്കെ ചെയ്യാം. ഞങ്ങൾക്ക് ബെസ്റ്റ് ലെഗ്. ഇതാണ് ലെഗിൻ്റെ കേട്ടോ. ഇതൊക്കെ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണ്. ഈ കളിയിൽ ഉമ്മച്ചി എന്തിനെങ്കിലും വിളിച്ചാരെങ്കിലും, അമ്മ അച്ഛനോ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ ഇതിൽ പോയിക്കൊണ്ട് ബെസ്റ്റ് ആമോ അല്ലെങ്കിൽ ലെഗോ ഇടിച്ചാണ്ട് ക്ലിക്ക് ചെയ്താണ് പോവുക. വരുമ്പോൾ തന്നെ ഒരു K എന്തായാലും തികയും. ലെഗൊക്കെ ഒരു K 2K ഒക്കെ തികയും. ആമോ പറഞ്ഞാൽ ഞാൻ വെറുതെ ചെയ്ത് നോക്കിയിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യം ഒരു K ഉണ്ട്. ഇപ്പോൾ 35K എടുത്തത് ഞാൻ. ഇതങ്ങനെ കൂടിക്കോളും.
ലോവർ 20ൻ്റെ ലക്കല്ലാതെ ഞാൻ വലുതെന്തെങ്കിലും വരാൻ നോക്കുമ്പോൾ ഇത് ഇവർ ചെറുത് മാത്രം കൊണ്ടുവരണം ഗൈസ്. ഉപകാരം ഉണ്ടാവുമോ അറിയില്ല. അതിൽ വല്ലതും എനിക്ക് ഏറ്റവും നല്ല കിട്ടാനുള്ളതാവും. ഫ്രീ ഗിഫ്റ്റ് 24 23 അത് കഴിയുമ്പോൾ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ട് ആണ്ട് എടുക്കും. എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് ഇൻകണ്ട് കിട്ടും. ഞാൻ പൊളിച്ച ആർമാദിക്കല്ലേ പിന്നെ ഗൈസ് നമുക്ക് നോക്കാം. 6 5 4 3 2 1 ഗൈസ് നമുക്ക് എന്തായാലും ക്ലൈം ചെയ്യാം. ഇത് ക്ലെയിം ചെയ്യേണ്ട ടൈമാണ്. ഇത് ക്ലെയിം ചെയ്യാൻ റോബോക്സ് ഒന്നും വേണ്ടല്ലോ. ഇത് മറ്റേ 15 മിനിറ്റ് ആയതിൻ്റെതാണല്ലേ ക്ലൈം. പോയാ ഇപ്പം അൺലോക്കിന് പോവാണ്. നമുക്ക് നല്ല ലക്കുള്ള തന്നെ കിട്ടിയിട്ടുണ്ടാവും. ₹1 കിട്ടുക. ഇത് ഡാൻസ് കളിക്കുക 570 പെർ സെക്കൻഡ്. ഒരു മിനിറ്റ് പോനെ എന്തരാ എന്തേ ഇത് വെക്കാനുള്ള സ്ഥലമാണല്ലേ ഇവിടെ. അങ്ങനെ പറ. റിമൂവ് പ്ലീസ്. ഇത് 15% ഉണ്ടോ. ഇതിലെന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇത് പോയി വിൽക്കാം. ഇതെന്താ അഡ്മിൻ അബ്യൂസ്. അഡ്മിൻ അബ്യൂസ് 2 ദിവസം മീൻസ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അഡ്മിൻ അബ്യൂസ് മീൻസ് ചൊവ്വാഴ്ച ആവും. സെൽ പൈസ ഇനി മൈ ബേസസ് ക്രേറ്റ് ഇതെന്താണ് ഇനി ഒരു 9 മിനിറ്റ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. എന്തിനാന്നല്ലേ എല്ലാം മ്യൂട്ടേഷനുള്ള എന്തെങ്കിലുമൊക്കെ ഇറങ്ങും. അത് നമ്മളാണ്ട് വാങ്ങും. അപ്പോൾ നമ്മളൊക്കെ കുറേ പൈസ ഉണ്ടാവും കേട്ടോ. നമ്മൾ പൈസ ഒക്കെ ഉണ്ടാക്കാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ആം ചെയ്യണോ ലെഗ് ചെയ്യണോ ഡൗട്ടുണ്ട്. മില്യൺ എന്തൊക്കെ നമുക്ക് ഇപ്പം തന്നെ ആവും. ഈസി ആയിട്ട് ആയിക്കോളും. പൈസയായി. നമുക്ക് എന്നാൽ ആം വേണ്ട ലെഗിനെ ചെയ്യാം. ലെഗിന് എത്ര കിട്ടുന്നുണ്ട്? 1K എടുത്താൽ എത്ര കിട്ടുന്നുണ്ട്? നമുക്ക് ആമിനും എത്ര കിട്ടുന്നുണ്ട് നോക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ലൈനാണോ കിട്ടുന്നത് നമ്മൾ അതിന് പോകും. നല്ലൊരു കേക്കാണ് എൻ്റെ ഊഹത്തിൽ കിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരു കേതാ മെല്ലെ ആവണുള്ളൂ. അതിൻ്റെ അർത്ഥം പെട്ടെന്നാവാനാണ് സാധ്യത. ഗൈസ് വെറുതെ അല്ല. റീബർത്ത് ചെയ്താല ചിലപ്പോൾ ഇതൊക്കെ പോവും. റീബർത്തിങ് വിൽ ഓൺലി റീസെറ്റ് യുവർ ക്യാഷ്. പൈസ പോകുന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. റീബർത്ത് ചെയ്താലോ ഗൈസ്? എന്ത് ചെയ്യണം? നിങ്ങൾ പറയണ പോലെ നമ്മളിപ്പോൾ ചെയ്യും. റീബർത്ത് ചെയ്താൽ പൈസ പോകും. കുഴപ്പമില്ല, പൈസ പോയിക്കോട്ടെ. റീബർത്ത് പേടില്ലല്ലോ. ₹0 ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അതിനനുസരിച്ച് നിങ്ങൾ തരുന്നുണ്ടല്ലോ എനിക്ക് തന്നെ, അത് മതി. അതിൻ്റെ ആദ്യം 500K ഉണ്ടേനു. അപ്പോൾ 500K ഞാൻ എടുക്കാൻ പോകണേ. ഇങ്ങനെ അതിനെക്കാട്ടി നല്ല ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യണമല്ലേ. ഫ്ലോർ 2 ബെസ്റ്റ് ആം എക്യുപ്മെൻറ്റ്. ഇത് സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ മേലെ കൊണ്ടുവെക്കട്ടാ. സെറ്റൊക്കെ മേലെ. ഇപ്പം എൻ്റെയൊക്കെ പൈസ കുറവാണ് ഗൈസ്. 20 ലക്ക്. പോയി ഒരു മാഗ്മെൻ്റ് പോയി. ഞാൻ കണ്ടില്ലടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് കിട്ടുമോ? ക്ലൈം പ്ലീസടാ, ഇങ്ങനെയെങ്കിലും എടുത്താട്രാ. ഇതാ ഒരു 15K ആണ് വാങ്ങാൻ. ഞാൻ വാങ്ങി. പൊള്ളി കളി. വൈബായി. വല്ലതും കിട്ടിയാൽ മതി. 50 ലക്കി ബ്ലോക്കാണ്. 20 30 21 25 സെക്കൻഡ്. ഇതും വാങ്ങാൻ 150K. പോലാണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങുന്നതിനു പൈസ ഇല്ല ബ്രോ. എങ്ങനെ 150K ഒക്കെ ഉണ്ടാക്കട്ടെ. പൊട്ടന്മാരൊന്ന് പൈസ പെട്ടെന്നുണ്ടാക്കി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവൻ്റ് നല്ല നടക്കുള്ള മാതിരത്തെ ഇതിൽ നിൽക്കുകയാണ്. ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ, വല്ലതും കിട്ടിയാലോ. അത് വെച്ച് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായാൽ മതിയോ.
138 കിട്ടുള്ളൂ. എന്ത് കളി ഞങ്ങൾ കളിക്കണേ. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഇത് വെക്കാം. ഓക്കെ, ഇവിടെ പ്ലീസ്. സോറി ബ്രോ, ഇതിന് ഞാനങ്ങ് എടുക്കുക. 25 സെക്കൻഡ്. ഇതിനുള്ളിൽ എനിക്ക് ഇതൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കട്ടെ. പൈസ 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 പൈസ. ആ മെറ്റൽ ബ്ലോക്ക് എങ്ങനെയെങ്കിലും വാങ്ങിയാൽ മതി. പറഞ്ഞാൽ നല്ല ഉപകാരം ഉണ്ടാവും. എത്രയോ 500 ഇഞ്ചിലൊക്കെ ആയിട്ടുണ്ട്. ഇനി മെറ്റൽ ബ്ലോക്കൊക്കെ വാങ്ങാനുള്ള പൈസ റെഡിയാക്കി വെക്കണം. 50 കേനതാ അടുത്ത് വാങ്ങട്ടെ. 125 ലക്ക്. പ്ലേസ് ആക്കട്ടെ, പ്ലേസ് ചെയ്യട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. 25 സെക്കൻഡ് തന്നെ. ഞാൻ അപ്പോൾ ഇതിന് അടുത്ത പൈസ ഉണ്ടാക്കട്ടെ. പൈസ ഇല്ല ഗൈസ്. പൈസ ഇല്ലെങ്കിൽ പെടും. നമുക്ക് നല്ല നല്ല സാധനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ. ഇതൊക്കെ വെക്കാനും വേണ്ടൊരു സ്ഥലം. ഇതൊക്കെ നമുക്ക് വാങ്ങി വെക്കാം. ഈ മാഗ്മെൻ്റ് ഇനി വേണോ? ഒന്നും കൂടി ഉണ്ടായിക്കോട്ടെ. ഒന്ന് മാത്രം മതിയേ. ഇതായാലും കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. അവിടെ വെക്കട്ടെ. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് മെഗാ അടിപൊളി തുറക്കാം. എടാ ഗൈസ്, 4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു ആലം മ്യൂട്ടേഷനുള്ള നല്ല നല്ല സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കെല്ലാം തുറക്കാം. പൈസ എല്ലാം തുറക്കാം. ഉപയോഗമുള്ള കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ 138 റുപ്യ ഇറ്റ്സ് ഗുഡ്. ഇതിലും സോറി ഇത് കഴിഞ്ഞിട്ട് മതി. ഇത് എന്തായാലും നല്ല കിട്ടും. 100% ഷുവറാ. നല്ല ഉറപ്പാണ്. വെറുതെ ഇതില്ലേനോ കപില. ഇത് തുറക്കാം. ഇതിന് നല്ല കിട്ടുമായിരിക്കും ഗൈസ്. അതും കുഴപ്പമില്ല. ഇതൊന്ന് വാങ്ങട്ടെ പ്ലീസ്. എന്നിട്ട് ഇതൊക്കെ വെക്കട്ടെ. സെക്കൻഡ് ഫ്ലോർ പോട്ടെ. ഇവിടെ ഒരുമാതിരി അലങ്കോലായിക്കണം ഗൈസ്. നമുക്കിതിനിടെ ക്രേറ്റൊക്കെ നോക്കണം. എന്തെങ്കിലുമൊക്കെ നല്ലത് വന്നാലേ പണിയാവും. അലിഫും ബാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നമുക്ക് വെക്കണം. ഞാൻ വെച്ചു. പൈസ ഇല്ല. വെട്ട്. അടി പോട്ടറാ. ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം നല്ലതുള്ളത്. പൈസ ഇല്ലെങ്കിൽ പെടും. 4 മിനിറ്റ്. ഓൺലി 4 മിനിറ്റ്. ഇല്ല 3 മിനിറ്റ്. ടൈമില്ല. പെട്ടെന്ന് എല്ലാം കളക്ട് ചെയ്യട്ടെ. പൈസ എങ്ങനെയും വേണം. മിക്കവാറും 1000 1 മില്യൺ ഉണ്ടാവും എൻ്റെ ഊഹത്തിൽ. ഇപ്പോൾ റീബർത്ത് ചെയ്യണ്ടില്ല ഗൈസ്. റീബർത്ത് ചെയ്തതാണ് പെട്ടത്. റീബർത്ത് ചെയ്തില്ലാണ് എന്ത് സുഖേനു. എടാ വല്ല നല്ലതും താടാ. 4 ക്യാൻഡൊക്കെ തന്നൂടെ നിങ്ങൾക്ക്? അതൊന്നും തരാൻ കഴിയില്ല. അതിലുള്ള ഏറ്റവും ചെറുത് തന്നെ നോക്കി എനിക്ക് തരണം. ചൊറ പരിപാടിയാണ്. പ്ലീസ് അടി പോട്ടെ. ഇനി എന്തായാലും നല്ല വാങ്ങുള്ളൂ. കാരണം എന്താ വെച്ചാൽ പൈസ ഇല്ല ഗൈസ്. പൈസ എവിടെന്നെങ്കിലും ഒപ്പിക്കണം. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയുണ്ടാ? പൈസ ഇല്ല. അപ്പോൾ ഓരോന്ന് വാങ്ങിയാൽ അതിനും അടുത്ത പൈസ പോകും. മിക്കവാറും എൻ്റെ വിധത്തിൽ അലൻ്റെത് 500K ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ 500K ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 500K നമ്മളായിക്ക് ഉണ്ടാവണം അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 500K ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഞാൻ 400 ആയി. ഇപ്പം 500K ആവട്ടോ. 500Kയിലോട്ട് സ്വാഗതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ 500K അടിക്കാൻ പോണേ. റെഡി സ്റ്റഡി ഗോ എന്നുള്ള രീതിയിൽ 500K ഇപ്പം ഔട്ടാ. ഒരു 4K എടുത്താൽ മതി. ഇതൊന്നും വേണ്ട. ഒരു കുറച്ച് K ഉള്ള ഏതെങ്കിലും ഉണ്ടാ? 261. അതായത് നമ്മൾ 500K അടിച്ചു. ഈസി പീസി 500K. എന്നാലും നമ്മൾ ലെമൺ സ്ക്യൂസി എന്നൊക്കെ പറഞ്ഞാൽ നേരെ പീണമാതിരി തന്നെ എല്ലാം ചെയ്യട്ടെ. ഈ ചെറുതല്ലാതെ വലുതെല്ലാം പാടാ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച മാഗ്മ മ്യൂട്ടേഷൻ്റെ ഏറ്റവും ഭയങ്കര ബെസ്റ്റ് സാധനം മാഗ്മ മ്യൂട്ടേഷൻ ആണെന്നാ. പിന്നെ അതിൻ്റെ വലുത് വന്നു. ഇപ്പോൾ അതാണ് എൻ്റെ ഓത്തിൽ ഏറ്റവും വലുത്. പക്ഷേ ആലം മ്യൂട്ടേഷൻ്റെ ഇത് വരുന്നുണ്ട്. ട്രേഡ് റിക്വസ്റ്റ് ഓക്കെ. ഇന്ത്യയിലൊന്നുമില്ല മോനെ.
എന്താ വെച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ റെഡിയാക്കും. കൈക്കലിപ്പോൾ ഒന്നുമില്ല. ക്യാൻസൽ. പോടും അവിടുന്ന്. ഇവനായിട്ട് ഒന്നിനും വരുന്നുമില്ല. മനുഷ്യൻ ഇവിടെ നല്ല നല്ല സാധനങ്ങളാണ് പോണത്. ഇവനുണ്ടല്ലോ ഇവനെ. യു ക്യാൻ ഓൺലി ട്രേഡ് വിത്ത് പ്ലേയേഴ്സ് ഹൂ ആർ റിവേഴ്സ് 0-2. വേണ്ട, വെറുതെ പണിക്ക് നിൽക്കണതിനാ. ഓൻ പെസറ്റാക്കി വരും. ഞാനില്ല, ഞാൻ ക്യാൻസൽ അടിച്ചു. എടാ എന്തെങ്കിലും ഇടറാ. ഞാൻ റെഡി. എനിക്കത് മതി. കൈക്കലൊന്നും ഇല്ലാണ്ടാണ്. കൺഫ്യൂം. ട്രേഡ് കംപ്ലീറ്റ്. പൊട്ടം കളിച്ചാണ് ഓന്. ഓൻ പൊട്ടം കളിച്ച് എനിക്ക് ഫ്രീ ആയിട്ട് ഇത് തന്ന്. ഓൻ ചിലപ്പോൾ റിച്ച് ഔട്ടാ. ഇതാ സ്വിസർ. അത് കുറച്ച് വലുതാട്ടാ. നമുക്ക് പറ്റിയ ആൾക്കാരല്ല. പ്ലേസ് 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 ഇവിടുത്തെ എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ അടി പോവാം. ഗൈസ്, ഇറ്റ്സ് അലൻ മ്യൂട്ടേഷൻ ടൈം. അലൻ്റെ മ്യൂട്ടേഷൻ ആണ്. അവിടെ എന്തെങ്കിലും നല്ല വല്ലതും കൊണ്ടുവരാ. ഞാൻ വിചാരിച്ച് കുറേ പൈസ ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് കിട്ടാ. അലൻ്റെ മ്യൂട്ടേഷൻ അല്ലേ, വല്ലതും നല്ലത് വരും വിചാരിച്ച് ഇന്ന വേണം പറയാൻ. ആകെ ഈ ലാർജ് റെയർ ബ്ലോക്കിനെ വരുന്നുള്ളൂ. എടാ ഇതൊന്നും എനിക്ക് വേണ്ടടാ. എടാ നല്ല എന്തെങ്കിലും പാടാ. ഈ 59 മണിക്കൂർ കഴിഞ്ഞാൽ അത് അടുത്ത്. അതൊന്നും ഞാനൊന്നും ഉണ്ടാവില്ല. ന്യൂ റെയർ ഇവൻ്റ് ഡിസ്കോ ഡാൻസ് ഓബി ഈസ് റെഡി കംപ്ലീറ്റ് 2 മണി. ഇതൊക്കെ സുഖമാണ്. ഞാൻ നല്ല എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഒന്നും വരൂല. നല്ല എന്തെങ്കിലും വന്നാ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ല. കാരണം എന്താ പറയുക, നല്ലതായിട്ട് വന്നാൽ നമ്മൾ ഇത്രക്കും നേരം വെയിറ്റ് ചെയ്തായിനോ അത് നമുക്ക് കിട്ടാതെ പോയാലോ ഒരു പേരുണ്ട്. അടിയിൽ ചാടാൻ പോയാൽ അതെന്താ ഒരു തുള്ളി പോലും ഈ അലൻ മ്യൂട്ടേഷൻ എന്തിനു വെച്ചിക്കാണ്. എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും ഞാൻ വിചാരിച്ച്. ഇനി വരുന്നതിലുള്ള ഒരു സാധനം മീൻസ് ഇത് ഞാൻ വാങ്ങാൻ പോണ. ഈ വാങ്ങണേനൊക്കെ അലൻ മ്യൂട്ടേഷൻ ഉണ്ടാവും അങ്ങനെ പറയണ്ടേ. വാങ്ങണേനൊക്കെ അലൻ മ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മാഗ്മ ബ്ലോക്കിനൊക്കെ അലൻ മ്യൂട്ടേഷൻ ഉണ്ടാവും. ഇതങ്ങനെ പറ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വിചാരിച്ച അലൻ മ്യൂട്ടേഷനുള്ള വേറെ ലക്കി ബ്ലോക്ക് വരുന്ന ബോക്സ് അങ്ങനത്തെ വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ എങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചാ. റെഡി ഓപ്പൺ. അലൻ മ്യൂട്ടേഷനുള്ള എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നല്ല ട്രെഡ്മിൽ കിട്ടി. ഇതൊക്കെ ആർക്കടെ വേണ്ടത്? ഇത് ഇനി കുഴപ്പമില്ലാത്തട്ടാ. പ്ലീസ് ഞാൻ ഒന്നായിക്കോട്ടെ. അപ്പോൾ അതിന് നമുക്ക് അടുത്ത് വേറെ എന്തെങ്കിലും നല്ല വീഡിയോ നോക്കാം. മാഗ്മൻ്റെ ഒക്കെ ഇതല്ല അലൻ മ്യൂട്ടേഷൻ അല്ലേ. ഈ അലൻ മ്യൂട്ടേഷൻ പോകാൻ 7 മിനിറ്റ് ഇനിയുണ്ട്. എന്തിന് വെറുതെ തൊള്ളിയും കുത്തൊന്നും നോക്കിക്കണം ഗൈസ്. ഈ അലൻ മ്യൂട്ടേഷൻ പോണ വരെ ഒരു നല്ല ലക്കി ബ്ലോക്കും പോലെ ഇതിൽ കൂടെ പോകണില്ല. ഈ മാഗ്മ ബോക്സാണ് ഏറ്റവും വലുത് അല്ലല്ലോ. ഇതിലെങ്കിലും നല്ല വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ കറക്കി. ഒരു മാങ്ങത്തോലും കിട്ടിയില്ല. ഇതിലെങ്കിൽ നല്ല ഉറപ്പാണ് ഗൈസ്. 100% ഗ്യാരണ്ടി പറയാനാണ്. ഇതിലെങ്കിൽ നല്ല കിട്ടൂല. ഒരു ഷോപ്പ് സെല്ലോൾ പോട്ടെ. മൈ ബേസ് ക്രാറ്റ്സ്. ഞങ്ങൾ ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല സാധനങ്ങൾ വരാനുള്ള ടൈമാണിത്. പക്ഷെ നല്ല സാധനങ്ങളൊന്നും ഇല്ല. എന്താ നിനക്കും അറിയില്ല, നിനക്കും അറിയില്ല. ചിലപ്പോൾ ഡൗട്ടാ. ആരോടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അത് പിന്നെയും കുഴപ്പമില്ല. അവിടെ കേട്ടെ. ഇതിൻ്റെ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ നമ്മൾ കളിക്കണ ഏതെങ്കിലും ഗെയിം വേറെ ആരുടെ ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. കോസ്മോസിൻ്റെ ഒപ്പം അങ്ങനെ ആരുടെയെങ്കിലും ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. ഞാൻ ഇവിടെ വരെ എത്തി. എന്തിന്
എന്തിനപ്പം ഞാൻ ഇവിടെ വരെ എത്തി? ഒരു ഉപകാരം ഇല്ലാതെ ഔട്ടാവാൻ കഷ്ടിച്ചെത്തിയതേനു. ഇവിടെ ചാടണ്ട കേട്ടാ, സുഖമായിട്ട് അപ്പുറത്തേക്ക് കടന്നു പോയിക്കോളും. ഇതാ ഇങ്ങനെ, ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് കൂടി കടന്നു പോയാൽ നമ്മളാട്ടോ ബെസ്റ്റ്. യോബി നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കും. ഇവിടെ നമ്മൾ ചാടണം, ചാടിയിട്ട് നമ്മൾ നേർക്ക് ഔട്ടാവും. മനസ്സിലായോ? ഈ മാഗ്മൊക്കെ നമ്മൾ വാങ്ങും, എല്ലാ ഉപകാരം ഉണ്ടാവും വിചാരിച്ചിട്ട്. ചിലപ്പോൾ എനിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല, ചിലപ്പോൾ വലിയ ഉപകാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഗൈസ്, നമുക്ക് ഇതിലൊന്നും ഒരു ഭാഗ്യമില്ലാന്ന് നമ്മൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇതെന്താ വരാത്തില്ല? ഇത് വേണം. ഇതിലാവും നല്ല ഭാഗ്യം ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. കാരണം എന്താ വെച്ചാൽ എടാ അലൻ മ്യൂട്ടേഷൻ പോയത്, ഇവരെ അലനില്ലല്ലോ, അലൻ്റെ ചിഹ്നം ഇതിനില്ല. നമ്മൾ നിർത്താൻ പോട്ടോ ഗൈസ്, നിർത്താൻ പോണ്. ഇന്നതോടെ ഇത്രേ ഉള്ളൂ. നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വല്ല ഉപയോഗങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ലാഭമുണ്ട് പറയാം. ഈ ഒരു ഉപയോഗമുള്ള കിട്ടിയില്ലാണ്ടെങ്കിൽ നമ്മൾ അത്രക്കും ഭാഗ്യമില്ലാത്തവനാണ്. ഒന്നും കൂടി ആടാ 9K പെർ സെക്കൻഡ് കിട്ടുന്നുണ്ടേനു. അതും നമുക്ക് കിട്ടൂലല്ലോ. എന്ത് ചൊറയണത്? എടാ പോടാ അവിടുന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ നിർത്താൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രേ ഉള്ളൂ. പോണേ. ടാറ്റാ.